റെഡി. ഇവിടെ ഇനാഗുറേഷന് പോകുന്ന പ്രമുഖ നടിമാര് ഇവിടുന്ന് ട്രാവലറും വിളിച്ച് ഇനാഗുറേഷൻ നടക്കുന്ന കടയിൽ കൊണ്ടുപോകും. മീഡിയാസിനെ, ഓൺലൈൻ മീഡിയാസിനെ ഇവിടുന്ന് വിളിച്ചുകൊണ്ടുപോകും. അവിടെ കൊണ്ടുപോകും കവർ ചെയ്യിക്കാൻ വേണ്ടിട്ട്. അത് കൃത്യമായിട്ട് ഏത് ഡ്രസ്സാണ് ഇടുന്നതെന്ന് വരെ കൃത്യമായിട്ട് പറയുന്ന നടിമാര് ഇന്ന് കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് സത്യാവസ്ഥയാണ്. അതിന് ചിലർക്ക് പേയ്മെന്റും കൊടുക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ഈ ഒരു സംഭവം നടന്നപ്പോൾ ഞാനായിരുന്നു ഫസ്റ്റ് യൂട്യൂബിൽ ഈ ഒരു വിഷയം റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാര്യം ഇതിപ്പം മരണ വീടല്ല, എവിടെയോ ആയിക്കോട്ടെ, ഈ ഒരു ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് അവിടെ ചെന്നിട്ട് പല ആംഗിളിൽ നിന്നിട്ട് വീഡിയോ എടുക്കുക, പല രീതിയിലും അത് മോശമായിട്ട് പോസ്റ്റ് ചെയ്യുക, പല രീതിയിൽ വൃത്തിയായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. അത് ചില ആൾക്കാർ അത് എൻകറേജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊരു പേഴ്സണൽ സ്പേസ് ഉണ്ട്. അത് സത്യമാണ്, ഊള ചോദ്യങ്ങൾ. ഒരാളുടെ പേഴ്സണൽ സ്പേസിലോട്ട് കടന്നു കയറുന്നത് തെറ്റാണ്. ചോദ്യം മരിച്ചു കിടക്കുന്ന ഒരു ഡയലോഗ് പറയാൻ അദ്ദേഹത്തിന് അഭിനയിച്ച ഡയലോഗ് ഒരാളോട് മരിച്ചു കിടക്കാണ് അദ്ദേഹത്തിന് അഭിനയിച്ച ഒരു ഡയലോഗ് പറയാൻ. സലീമേട്ട അഭിനയിച്ചു പോയ പടത്തിലെ ഏതെങ്കിലും അല്ല, അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇങ്ങനെയുള്ള ക്യാമറകളെ കല്യാണത്തിനും പല സ്ഥലത്തും പ്രദർശിപ്പിക്കുന്നില്ല. ഞാനൊരു ദിവസം ഈ ഒരു മലയാളത്തിലെ പ്രമുഖയായ നടിയുടെ ഒരു മകളുടെ കല്യാണത്തിൽ വന്നപ്പോൾ അവിടെ ഒരു വലിയൊരു ജനാവലിക്ക് പെർമിഷൻ നിശ്ചയിച്ചൊരു മൂലയ്ക്ക് നിൽക്കുക. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് ഞാൻ ലോകിയായിട്ട് അവരോട് ചോദിച്ചു. പറഞ്ഞു അത്തോട്ട് കയറ്റുന്നില്ലെന്ന്. കാര്യം അതൊരു കാര്യം പറയാനുണ്ട്. അങ്ങനെ കേറിയ പ്രശ്നം. ഞാൻ ഹരീഷ് പേരടിയുടെ കല്യാണത്തിന് പോയിട്ട് ഞാൻ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വീഡിയോ നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഇരുന്ന് കഴിക്കുന്നത് എന്റെ ഒരു വയറ് സൈഡിൽ ഇരിക്കുന്നത്, അതിനകത്ത് വലിയൊരു പൊക്കിളും ഇപ്പുറത്തിരിക്കുവോ വയറ്. ഞാൻ ഇത് എന്ത്